സൗദി അറേബ്യയ്ക്ക് നിക്ഷേപത്തിന് സൗകര്യമൊരുക്കാൻ ഇന്ത്യ ആലോചിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈയൊരു നടപടി. നേരത്തെ UAEക്ക് നൽകിയതിന് സമാനമായ ഇളവുകൾ സൗദി അറേബ്യയ്ക്കും നൽകും. ഇതുവഴി വലിയ നിക്ഷേപം ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ $10,000 കോടി നിക്ഷേപം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചുവടുകൾ മാത്രമേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധ്യമായിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സൗദിയുടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ആലോചന. കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന ഇളവുകൾ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളും ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലും കോടികളുടെ നിക്ഷേപമുണ്ട് സൗദി അറേബ്യയ്ക്ക്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതായത് PIF വഴിയാണ് സൗദിയുടെ എല്ലാ നിക്ഷേപങ്ങളും നടക്കുന്നത്. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ മേഖലകളിലെല്ലാം PIFന്റെ നിക്ഷേപം കോടികളാണ്. PIFന് കൂടുതൽ ഇളവുകൾ നൽകി സൗകര്യം ഒരുക്കാനാണത്രേ ഇന്ത്യ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നികുതി ഇളവുകളും നൽകും. ജോലി അവസരങ്ങൾ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിലും ഊർജ രംഗത്തും നിക്ഷേപം ഇറക്കാനാണ് സൗദി അറേബ്യ ആലോചിക്കുന്നത്. ബിൻ സൽമാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇതിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു. മോദി ബിൻ സൽമാൻ ചർച്ചയാണ് പുതിയ ഇളവുകളിലേക്ക് നയിക്കുന്നത്. ഒട്ടേറെ ജോലി സാധ്യതകളും ഇതോടൊപ്പം തെളിയും. നിക്ഷേപം വഴിയുള്ള ലാഭവിഹിതം, പലിശ, ദീർഘകാല മൂലധന നേട്ടം എന്നിവയിലാണ് നികുതി ഒഴിവാക്കുക.